രാജ്യത്തെ ഭീകര സംഘടനകൾക്ക് ഓരോ വർഷവും പാകിസ്ഥാൻ നൽകുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഭീകരരെ കൂട്ടുപിടിച്ച് ഭാരതത്തിന് നേരെ അക്രമം നടത്തുന്ന നെറികെട്ട സമീപനം പാകിസ്ഥാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ജമ്മു കശ്മീരിനൊപ്പം അയോധ്യയും അമൃത്സറും ഡൽഹിയും വരെയാണ് ഈ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത്. മതപഠന കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും സ്കൂളുകളുടെയും മറവിൽ പാകിസ്ഥാൻ തീറ്റിപ്പോറ്റുന്നത് 50ഓളം തീവ്രവാദ സംഘടനകളെയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റും താലിബാനും പാകിസ്ഥാനെ തങ്ങളുടെ പരീക്ഷണശാലയെ കണക്കാക്കുമ്പോൾ ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ പാകിസ്ഥാന്റെ ധനസഹായം പറ്റിയാണ് ഇസ്ലാമിക തീവ്രവാദം വളർത്തുന്നത്. കൂടെ ചൈനയുടെ സഹായമുണ്ട്. ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കുകയും ഭാരതത്തിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയുമാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ലക്ഷ്യം. ഭാരതവും ഇസ്രയേലും അമേരിക്കയുമാണ് മുഖ്യ ശത്രുക്കൾ. ലാഹോറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ മുരിദ്കയിൽ 200 ഏക്കറിലാണ് ലഷ്കർ എ തൊയ്ബയുടെ ആസ്ഥാനം. നേതാവ് മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ മുഹമ്മദ് ഹാഫിസ് സയ്യിദ്. മുസാഫറാബാദ്, ലാഹോർ, പെഷവാർ, ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, കറാച്ചി, മുൾട്ടാൻ, ക്വറ്റ, ഗുജറൻവാല, സിയാൽകോട്ട്, ഗിൽജിറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലായി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനിലുടനീളം ലഷ്കർ ഇ തൊയ്ബയ്ക്ക് 2200 ഓഫീസുകളുണ്ടെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ പണം പറ്റി ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന മറ്റൊരു പ്രധാന സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജെയ്ഷെ മുഹമ്മദ് മുജാഹിദീൻ ഇ തൻസീം. പാകിസ്ഥാനാണ് ആസ്ഥാനം. ഓഫീസുകൾ, ജിഹാദിനായുള്ള പരിശീലന കേന്ദ്രങ്ങൾ. 2001 ഡിസംബർ 13 ഭാരതത്തിന്റെ പാർലമെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിനു പിന്നിൽ ജെയ്ഷെ മുഹമ്മദാണ്. ചാവേറുകളെ സൃഷ്ടിച്ച് ഭീകരാക്രമണം നടത്തുകയാണ് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളുടെ ശൈലി. ജീവൻ നഷ്ടമായാലും ജിഹാദിനായുള്ള യുദ്ധത്തെ വിശുദ്ധമായി കൂട്ടർ കണക്കാക്കുന്നു. എന്നാൽ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവായ മൗലാന മസൂദ് അസർ ഇപ്പോഴും ജീവനോടെയുണ്ട്. പാക് അധീന കാശ്മീർ ഉൾപ്പെടെ ഇവരുടെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാത്തിനും പാകിസ്ഥാന്റെ സഹായവും ലഭിക്കുന്നുണ്ട്. കാശ്മീരിനെ ഭാരതത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുകയാണ് ഈ തീവ്രവാദി സംഘടനയുടെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല, അയോധ്യ, അമൃത്സർ, ഡൽഹി എന്നിവയും പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപനം. ഹിസ്ബുൾ മുജാഹിദീൻ, ദി റെസിസ്റ്റന്റ് ഫ്രണ്ട്, അൽ ബാദർ, ഹർക്കത്തുൽ മുജാഹിദീൻ തുടങ്ങി നിരവധി സംഘടനകളാണ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യവും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും ഈ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് പരിശീലനവും ഉപദേശവും നൽകുന്നു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് തീവ്രവാദി സംഘടനയോടുള്ള താൽപ്പര്യം ഈ തീവ്രവാദികൾക്ക് ഭരണതലത്തിൽ വരെ സ്വാധീനം നേടിക്കൊടുത്തു. തീവ്രവാദികളുടെ ഹിന്ദു വിരുദ്ധത ഭാരതത്തിനെതിരെ എക്കാലത്തും ഉപയോഗിക്കാമെന്ന കണക്കൂട്ടലാണ് ISIയുടെ താൽപ്പര്യങ്ങൾക്ക് പിന്നിൽ. തീവ്രവാദികളെ പാലൂട്ടുന്ന സമീപനം പലപ്പോഴും പാകിസ്ഥാന് തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും അടിമുടി ഭാരതവിരുദ്ധരായ ആ രാജ്യം ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല. അവരെ ഇനിയും പാഠം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.